ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? മഴ കാരണം ആർക്കും പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഒട്ടും എണ്ണ കുടിക്കാത്ത, പരത്താൻ പൊടി വേണ്ടാത്ത, തണുത്താലും വീർത്ത് തന്നെ ഇരിക്കുന്ന പൂരി ഉണ്ടാക്കാനുള്ള അളവുകൾ പറയാനാണേ. കൊച്ചു കുട്ടികൾക്കും അറിയാം പൂരി ഉണ്ടാക്കാൻ. പക്ഷെ പലർക്കും പല പ്രശ്നങ്ങൾ. എണ്ണ വല്ലാതെ കുടിക്കുന്നു, സോഫ്റ്റ് ആകുന്നില്ല, നല്ലതുപോലെ പൊള്ളി വരുന്നില്ല, പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എണ്ണ വേറെ ഒന്നിനും കൊള്ളില്ല, കറുത്തു പോകുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനൊന്ന് ഷെയറും ചെയ്യണം. തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പൂരി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും 1/4 കപ്പ് റവയും, 1/4 കപ്പ് റവയ്ക്കകത്ത് നിന്ന് 1 ടേബിൾ സ്പൂൺ റവ മാറ്റണം, അത്രയും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ, നെയ്യ് ഏതെങ്കിലും ഒന്ന് മതി, 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോവില്ല. കുഴയ്ക്കാൻ വെള്ളം കൂടിപ്പോയാൽ അത് നമുക്ക് പരത്താൻ കൂടുതൽ പൊടി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പൊടി കൂടുതൽ ഉപയോഗിച്ച് പരത്തുമ്പോൾ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയിലേക്ക് ഈ പൂരിയിൽ നിന്ന് പൊടി വീണിട്ട് ആ എണ്ണ ആകെ വൃത്തികേടാവും. ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പരത്താൻ പൊടിയുടെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. ഇത് ഞാൻ ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തും കൂടെ ഒന്ന് കുഴയ്ക്കുന്നുണ്ട്. കാരണം അങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെങ്കിലേ ഇത് നല്ലപോലെ മിക്സ് ആവുള്ളൂ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചതിന് ശേഷം ഇത് ഇവിടെ അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റായിട്ടാണ് ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നോക്കാം, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാളും കുറച്ചുകൂടെ മാവ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി ഇഷ്ടമുള്ള അത്രയും എണ്ണത്തിൽ ഡിവൈഡ് ചെയ്ത് ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന പൂരി കൂടുതൽ സമയം അത് തണുത്ത് കഴിഞ്ഞാലും നല്ല വീർത്ത് തന്നെ ഇരിക്കും. ഞാനിവിടെ കുഴയ്ക്കാനായിട്ട് പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ചത്, അത് പറയാൻ മറന്നുപോയി. ഇനി ഒരു 1/2 ടീസ്പൂണ് മൈദ എടുത്തിട്ട് ഈ പൊടിയിലെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കുക. 1/2 ടീസ്പൂണ്, നിങ്ങൾ അളവുകൾ മറക്കണ്ട, അത്ര മാത്രം മതി. ചപ്പാത്തിയുടെ കനത്തിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. വളരെ ഈസിയായിട്ട് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ, ഒട്ടും പൊടിയുടെ ആവശ്യം വന്നിട്ടില്ല. ആ 1/2 ടീസ്പൂൺ പൊടി മാത്രം ആദ്യം ഞാൻ അതിനകത്തോട്ടൊന്ന് വിതറിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പരത്താൻ നമുക്ക് പൊടിയുടെ ആവശ്യമേ ഇല്ല. നല്ല ഈസിയായിട്ട് വേഗം പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഈ പൂരി തമ്മിൽ ഒട്ടിപ്പിടിക്കുകയുമില്ല. അപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, തടിയിൽ ഒട്ടും പറ്റിയിട്ടില്ല, കയ്യിലൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതുകൊണ്ട് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്, 12 എണ്ണം ഉണ്ട്. അപ്പോൾ പൂരിക്ക് പരത്താൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായ എണ്ണയിൽ വേണം പൂരി വറുത്തെടുക്കാൻ. തിരിച്ചു മറിച്ചു ഇട്ട് പൂരിയുടെ 2 വശവും ചുവന്ന് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. കനം കൂടുതലാണെങ്കിൽ ഇടയ്ക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം പൂരി വറുത്തെടുക്കാൻ. എന്നിട്ട് കോരുന്നതിന് മുമ്പ് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അപ്പോൾ ചൂടെണ്ണയിൽ നിന്ന് പൂരി കോരി എടുക്കുമ്പോൾ അതിനകത്ത് എണ്ണ പിടിക്കത്തില്ല. ഈ പൂരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ പൂരി എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നോക്കൂ, ഞാൻ എത്ര എണ്ണയാണ് ആദ്യം ഉപയോഗിച്ച എണ്ണയാണ് താഴെ കാണുന്നത്. നമ്മൾ 12 പൂരി വറുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ എണ്ണയാണ് മുകളിലുള്ളത്. എണ്ണ തെളിഞ്ഞു തന്നെയുണ്ട്, കളറും മാറിയിട്ടില്ല, ഒട്ടും ഡസ്റ്റും ഇല്ല. ഈ പൂരി തണുത്താൽ ഇതുപോലെ വീർത്ത് തന്നെ ഉണ്ടാകും. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റുമാണ്. ഇനി പൂരി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കൂ. എണ്ണയും കുടിക്കില്ല, നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കി കഴിഞ്ഞ ബാക്കി എണ്ണ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.